കഴിഞ്ഞ ദിവസം ഓമിക്ക് സമ്മാനവും എത്തിയിരിക്കുകയാണ് ദിയയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അഞ്ജലി. മോഡലിംഗ് രംഗത്ത് സജീവമായി നിന്ന അഞ്ജലി ഇപ്പോൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. എൻഗേജ്മെന്റിന് ശേഷം വിദേശത്തേക്ക് തിരികെ പോയി ഇപ്പോൾ വിവാഹത്തിന് വേണ്ടി തിരികെ എത്തിയിരിക്കുകയാണ് അഞ്ജലി. ആ അഞ്ജലി തന്നെയാണ് ഓമിക്ക് വേണ്ടി ആദ്യമായി ഒരു ജോർദാൻ ഷൂ വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. ഓമിയുടെ ആദ്യത്തെ ജോർദാൻ ഷൂ ആണിത്. നിങ്ങളെല്ലാവരും ഇത് കാണണം. ഓമിക്ക് ആദ്യമായി കിട്ടിയ ഷൂ ആണിത്. അതിൽ ഞങ്ങളെല്ലാവരും സന്തുഷ്ടരാണ് എന്ന് പറയുന്നു. 10,000 വിലയുള്ളൊരു ഷൂ ആണിത്. ഓമി എല്ലാം ബ്രാൻഡഡ് വസ്ത്രങ്ങൾ മാത്രമാണ് ധരിക്കാറുള്ളത്. അഹാന ഉൾപ്പെടെ തുടങ്ങി ആ വീട്ടിലെ എല്ലാവരും കൂടി ഓമിക്ക് വാങ്ങി നൽകുന്നതും ഇത്തരത്തിലെ വസ്ത്രങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഷൂ കിട്ടിയപ്പോൾ ഓമിയെപ്പോലെ മറ്റുള്ളവരും ഓമിയോടൊപ്പം സന്തോഷിച്ചു. ഓമിക്ക് അതൊരു നല്ല അവസരം തന്നെയാണ്. ഇങ്ങനത്തെ ഷൂ ഒക്കെ ഇടാൻ സാധിക്കുന്നുണ്ടല്ലോ. ഓമിയെ സംബന്ധിച്ചതൊരു നല്ല കാര്യമായി തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത്. നിരവധി പേരാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും. ഓമിക്ക് വളരെയധികം സന്തോഷമാകും കുറച്ചു നാളുകൾ കഴിയുമ്പോൾ. ഈ പ്രായത്തിലെ 1 വയസ്സാകുന്നതിന് മുൻപേ തന്നെ ഇത്തരത്തിൽ ബ്രാൻഡഡ് ഷൂ ഒക്കെ ധരിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അതെല്ലാം ഓമിയുടെ ഒരു ഭാഗ്യം തന്നെയാണ്. അത് പറഞ്ഞേ മതിയാകൂ. ദിയ അങ്ങനെ തന്നെയാണ് മകനെ നോക്കുന്നത്. ദിയ വളരെ കൃത്യമായി മകൻ്റെ കാര്യങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ എത്തിക്കാറുണ്ട്. അങ്ങനെ ഓരോ തവണയും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാറുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേര് ഇതിൻ്റെ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു. ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഓമിയെ. അത് എത്രയൊക്കെ പറഞ്ഞാലും കൃഷ്ണകുമാറിൻ്റെ ചെറുമകൻ എന്ന രീതിയിലല്ല, മറിച്ച് സോഷ്യൽ മീഡിയയിൽ ഓമിയുടെ ചിത്രങ്ങൾ കണ്ടും ഓമിയുടെ കളിച്ചിരികൾ കണ്ടും ഇഷ്ടപ്പെട്ടവരാണ് ഭൂരിഭാഗം പേരും. ദിയ വിവാഹം കഴിച്ച സമയത്ത് പോലും നമുക്ക് ഇത്രയും അധികം പ്രീതി ദിയയോട് തോന്നിയിട്ടില്ല. എന്നാൽ ഓമി ജനിച്ചതിന് ശേഷം ദിയയും ഈ കുടുംബത്തിലെ ഓരോരുത്തരെയും പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങി. ഓമിയിലൂടെ ശരിക്കും പറഞ്ഞാൽ ഈ പ്രേക്ഷകരെല്ലാവരും ഈ കുടുംബത്തെ ഒന്നുകൂടെ ഏറ്റെടുത്തു. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഓമിക്കുണ്ട്. ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്ര ബ്രാൻഡൊക്കെ ഇട്ട് ശീലിപ്പിക്കുന്നത് ഓമിക്ക് മാത്രം പറ്റുന്നതാണ്. ഓമിയുടെ അമ്മയും അച്ഛനും ഇങ്ങനെ ആയതുകൊണ്ട് പറ്റുന്നതാണ്. ഇത് കണ്ട് ഞങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിന് ഇപ്പോഴും വാങ്ങിക്കൊടുക്കാൻ സാധിക്കില്ലല്ലോ എന്ന് പറയുന്നവരും ഒരുപാട് പേരുണ്ട്. അവരെ ഇവിടെ വിഷമിപ്പിക്കുകയല്ലേ ദിയ ചെയ്യുന്നത്? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വിമർശനത്തിൻ്റെ വക്കിൽ കൊണ്ട് വയ്ക്കുന്നവരും നിരവധി പേരാണ്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ ഒരു വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നു. നിരവധി പ്രേക്ഷകർ ഈ ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു. ആരാധകർക്കും അത് നന്നായി മനസ്സിലാകുന്നുണ്ട്. ദിയയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പലരും പണ്ട് മുതലേ പറയുന്നത് അങ്ങനെയാണ്. അശ്വിന് പോലും ബ്രാൻഡഡ് വാങ്ങിക്കൊടുക്കാറുണ്ട്. പല ബ്രാൻഡും അശ്വിൻ ധരിക്കുന്നത് പോലും ദിയ വാങ്ങിക്കൊടുത്തതാണ് എന്ന് മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണിതും. സോഷ്യൽ മീഡിയയിൽ നിരവധി പേര് ഏറ്റെടുക്കുന്ന പോലൊരു വാർത്തയായി ഇത് മാറാനുള്ള കാരണവും ഇത് തന്നെയാണ്. പ്രേക്ഷകരുടെ പ്രീതിക്ക് വളരെയധികം സാന്നിധ്യം കൊടുക്കുകയാണ് ഓമിയും ദിയയും ഇവിടെ. ഓമിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ്. ഓമിയുടെ വാർത്തകൾക്കായി കാതോർത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ഇപ്പോൾ ഉള്ളത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.